ആശാ വർക്കേഴ്സിന് പിന്തുണ പ്രഖ്യാപിച്ച് തൃശൂരിൽ നടന്ന പരിപാടിയിൽ പങ്കെടുത്ത് കൽപ്പിത സർവകലാശാല ചാൻസലർ മല്ലിക സാരാഭായ് പൗരസമൂഹത്തിന്റെ 1000 രൂപ ഓണറേറിയം ഓൺലൈൻ ട്രാൻസാക്ഷനിലൂടെ കൈമാറി. ആശാ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചതോടെ അഭിപ്രായ വിലക്ക് നേരിടേണ്ടി വന്നുവെന്നാണ് നേരത്തെ മല്ലിക സാരാഭായ് പ്രതികരിച്ചത്. പി കെ ശ്രീമതിയും കെ ശൈലജയും പറഞ്ഞാൽ മിണ്ടാതിരിക്കാൻ ആശാ വർക്കേഴ്സ് പാർട്ടിക്കാരല്ലെന്ന് എഴുത്തുകാരി സാറ ജോസഫ്. മല്ലിക സാരാഭായ്ക്കെതിരായുള്ള വിരോധം ഔദ്യോഗികമല്ലാതിരിക്കട്ടെ എന്നും സാറ ജോസഫ് പറഞ്ഞു. അതായത് മല്ലിക സാരാഭായ് എന്തുകൊണ്ടാണ് ആദ്യം തന്നെ ഇതിന് പ്രതികരിച്ചതെന്ന് ആലോചിക്കണം. അവരൊരു സ്ത്രീയാണ്. അവർക്ക് ഈ ആശാ വർക്കർമാരുടെ ഇത്ര ദിവസമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സമരത്തെക്കുറിച്ചിട്ടും അവരുടെ അവസ്ഥയെക്കുറിച്ചിട്ടും അതിനോടെടുക്കുന്ന സർക്കാരിൻ്റെ നിലപാട് ഇതല്ല വേണ്ടത് എന്നുള്ളൊരു അഭിപ്രായം ഉണ്ടാവാം. അതിപ്പോൾ മല്ലിക സാരാഭായ്ക്ക് മാത്രമല്ല, ഒരുപാട് ഹൃദയമുള്ള മനുഷ്യർക്കൊക്കെ തോന്നുന്ന ഒരു കാര്യമാണ്. ഇത് സർക്കാരിനെ അട്ടിമറിക്കാനോ അവർ പറയണ പോലെ വിമോചന സമരം നടത്താനോ അതല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയെ താറടിക്കാനോ ഒന്നല്ല. ഏറ്റവും ദരിദ്രമായ അവസ്ഥയിൽ കിടക്കുന്ന അടിസ്ഥാന വർഗത്തിൽപ്പെട്ട ആളുകൾ ഞങ്ങൾക്ക് കുറച്ചും കൂടി തരൂ, കുറച്ചും കൂടി കൂട്ടി തന്നാൽ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങി വെച്ചൊരു സമരമാണ്. സൂരജ് സജിയുടെ തൃശ്ശൂരിൽ നിന്ന് വിശദാംശങ്ങളുമായി. സൂരജ്, ഇടത് സർക്കാർ നിയമിച്ച ചാൻസലറാണ് മല്ലിക സാരാഭായ്. അതിനപ്പുറം അറിയപ്പെടുന്ന കലാകാരിയാണ്. മുൻപ് പല സമരവേദികളിലും എത്തിയിട്ടുണ്ട്. അവഗണിച്ച് അവസാനിക്കട്ടെ എന്ന് കരുതിയ ഒരു സമരത്തിലേക്കാണ് കൂടുതൽ പിന്തുണ സ്വന്തം പാളയത്തിൽ നിന്ന് എത്തുന്നത്. ഇതിനെപ്പറ്റി CPM നേതാക്കളുടെ ഭാഗത്തു നിന്നോ ഇടത് നേതാക്കളുടെ ഭാഗത്തു നിന്നോ പ്രതികരണമുണ്ടോ? മല്ലിക സാരാഭായ് എന്താണ് ആ വേദിയിൽ എന്തെങ്കിലും പ്രതികരണം നടത്തിയിട്ടുണ്ടോ? ഗൂഗിൾ ഈ ആശാസമരത്തെ പിന്തുണച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അഭിപ്രായ വിലക്കുണ്ട് സർക്കാർ തലത്തിൽ എന്നായിരുന്നു സൂചന നൽകുന്നതായിരുന്നു മല്ലിക സാരാഭായിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. പക്ഷേ ഈ വിലക്ക് ഏത് തലത്തിലാണ് അല്ലെങ്കിൽ ആരാണ് ഈ വിലക്കിയതെന്ന് സംബന്ധിച്ചൊന്നും തന്നെ ഈ ഫേസ്ബുക്ക് കുറിപ്പിൽ വ്യക്തമാക്കിയിരുന്നില്ല. ഇതിനിടയിലാണ് തൃശ്ശൂരിൽ ഈ സിവിലിയൻ പൗരാവലിയുടെ നേതൃത്വത്തിൽ ആശാ വർക്കർമാർക്ക് 1000 രൂപ ഓണറേറിയം അത് മാസം തോറും നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഈ ആശയം കേട്ടപാതി ഈ പരിപാടിയിൽ 1000 രൂപ നൽകാമെന്ന് മല്ലിക സാരാഭായ് അറിയിക്കുകയായിരുന്നു എന്നുള്ളതാണ് സംഘാടകർ പറയുന്നത്. അങ്ങനെ ഈ പരിപാടിയുടെ ഉദ്ഘാടനം എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ ആദ്യ പണം കൈമാറുന്ന സാരാഭായിയായി നിശ്ചയിക്കുകയായിരുന്നു. ഓൺലൈനായി തുക കൈമാറാം എന്നുള്ളതായിരുന്നു മല്ലിക സാരാഭായ് അറിയിച്ചിരുന്നത്. ഈ പരിപാടിയിൽ നിന്ന് ഇവർ പിന്മാറിയേക്കും എന്നൊക്കെ അഭ്യൂഹങ്ങളുണ്ടായിരുന്നു സർക്കാർ വിലക്ക് വന്ന പശ്ചാത്തലത്തിൽ. പക്ഷേ മല്ലിക സാരാഭായ് പിന്മാറാൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല, പകരം ഈ 1000 രൂപ ഓണറേറിയം ഒരു ആശാ വർക്കർക്ക് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഈ പരിപാടിയുടെ ഉദ്ഘാടനം ഔദ്യോഗികമായി തന്നെ തൃശൂർ ജവഹർ ബാലഭവനിൽ നടക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായ വേദിയിലാണ് ഈ സാറ ജോസഫ് അടക്കം സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത്. കെ ശൈലജയും പി കെ ശ്രീമതിയും അടക്കം പറഞ്ഞാൽ ഈ സമരം അവസാനിപ്പിച്ചു പോകാൻ പാർട്ടി പ്രവർത്തകരല്ല ഈ സമരം ചെയ്യുന്നതെന്നുള്ളതായിരുന്നു വിമർശനം. അതോടൊപ്പം തന്നെ മല്ലിക സാരാഭായ്ക്കെതിരായ വിലക്ക് അത് സർക്കാർ തലത്തിലാകാതിരിക്കട്ടെ, അങ്ങനെയെങ്കിൽ ശക്തമായ പ്രതിഷേധവും സമരവും നടത്തുന്ന നടപടികളിലേക്ക് കാര്യങ്ങൾ പോകും എന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. സർക്കാർ തലത്തിൽ ഈ സമരം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള അടിയന്തര ഇടപെടൽ ഉണ്ടാകണം എന്നുള്ളതാണ് സാറ ജോസഫും അതോടൊപ്പം തന്നെ ഈ പരിപാടിയിൽ പങ്കെടുത്ത റഫീഖ് അഹമ്മദ് അടക്കമുള്ള സാംസ്കാരിക പ്രവർത്തകർ അടക്കം മുന്നോട്ട് വെച്ച ആവശ്യം. ഗൂഗിൾ സൂരജ് സജിയാണ് തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.